Assalamualaikum. Welcome to Zahrabanu Cooking and Tips. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരിയുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണിത്. ഇത് നമുക്ക് ബേക്കറിയിലെല്ലാം വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിലേറെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിന് വെറും നമുക്കൊരു 3 ചേരുവകൾ മതി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 2.5 കൊപ്ര എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ അരിഞ്ഞിട്ട് വെക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് ചെറിയ പീസുകളാക്കിയിട്ടാണ് അരിയേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. ഇത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണിത്, പച്ചരിയല്ല. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. ഇത് ഞാൻ കഴുകിയതാണ്. ഇതൊരു 2 കപ്പ് വേണം. അപ്പോൾ 2.5 കൊപ്രയിലേക്ക് ഒരു 2 കപ്പ് അരി വേണം. ഇനി ഈ അരി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇത് കഴുകിയിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കഴുകിയിട്ട് വേണം ഇതൊന്ന് ഇതുപോലെ വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഇതൊരു ലൈറ്റ് വെള്ള കളറായി മാറും. കണ്ടോ, ഇതുപോലെ ഇരിക്കും വറുത്തെടുക്കുമ്പോൾ. ഇതൊരു 2 കപ്പാണ് ആവശ്യമുള്ളത്. അപ്പോൾ 2.5 കൊപ്രയും അതിലേക്ക് 2 കപ്പ് അരി വറുത്തെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് പൊടിച്ചെടുക്കുമ്പോൾ തരി ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ തരി ഉണ്ടായാൽ ഇത് ഒന്ന് ടേസ്റ്റ് കുറയും. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൽ തരി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് അതിൻ്റെ തരിയാണ്. അപ്പോൾ ഈ തരി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല നൈസ് പൊടിയായിട്ടുണ്ടത്. ഇനി നമുക്ക് ഈ കൊപ്ര എന്ത് ചെയ്യാൻ നോക്കാം. ഈ കൊപ്ര നമുക്ക് ഇതുപോലെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അത് അരിഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ല കൊപ്ര എടുക്കണം കേട്ടോ, എന്നെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അരിയുണ്ടയാണെങ്കിൽ പോലും നമ്മളിതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊപ്രയാണ്. അപ്പോൾ ഇതാണ്, ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള 2 കപ്പ് അരി. ഇത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള 2.5 കപ്പ് കൊപ്ര. ഇനി ഇത് ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കട്ടയായിട്ട് കിടക്കൊന്നുമില്ല. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. ഈ 3 ചേരുവകളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഇനി ഈ കൊപ്രയും അതുപോലെ തന്നെ അരി പൊടിച്ചതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അരിയുണ്ടാണെങ്കിൽ പോലും ഇതിൽ കൊപ്രയാണ് കൂടുതലിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നനവിനും ടേസ്റ്റിനൊക്കെ കൊപ്രയാണ് ഉപയോഗപ്പെടുന്നത്. ഇനി ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, എങ്കിൽ പോലും വീട്ടിലുണ്ടാക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തു. ശർക്കര കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി, അപ്പം ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ നിന്നുള്ള കട്ടയായിട്ടുള്ളതൊക്കെ ഞാൻ മാറ്റി. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിന്റെ കൂട്ട്.
ഇനി ഇതെന്ത് ചെയ്യുമെന്ന് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. ഇത് ചെറിയൊരു ഉരലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ വലിയ ഉരലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെറിയൊരു ഉരലാണ് എൻ്റെ വീട്ടിലുള്ള. ഞാനിതിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെയാണ് ഈ അരിയുണ്ടയുടെ ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ സെറ്റാക്കാൻ വേണ്ടി ഇനി നല്ല ഒന്ന് ഇത് ഇടിച്ചെടുക്കണം. ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ചെടുക്കുമ്പോഴാണ് അതൊന്ന് ഒന്നുകൂടി ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒന്ന് കട്ട പിടിച്ച് കിട്ടുള്ളൂ. എല്ലാം ഒന്ന് ലയിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇരിക്കും. ഇതിപ്പോൾ തരി പോലല്ലേ, ഇതൊന്നും കൂടി ഒന്നുകൂടി കട്ടയായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ ചിലവരൊക്കെ ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കും, അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അതൊരു തരി രൂപത്തിലാണ് കിടക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് ഇടിച്ചു വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒരു ഉരലിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സി ജാറിലിട്ടിട്ടല്ല അത് മിക്സ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു ഉരലിട്ടാണിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മിക്സി ജാറിലിട്ടാൽ ഇതുപോലെ മിക്സ് ആവില്ല, സെറ്റ് ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിതൊരു രൂപത്തിലാക്കി എടുക്കണം. നല്ല ഒന്ന് ഡ്രൈ ആയിരുന്നതൊന്ന് വെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ഉരലിലിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഒരു നനവൊക്കെ ഇതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി വെക്കാം. നമ്മൾ ബോൾസൊക്കെ നമ്മൾ ഇഷ്ടമുള്ള സൈസിനാക്കാം. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് ബോളാണ് ആക്കുന്നത്. ഇത് കട്ടൻ ചായ അല്ലെങ്കിൽ സുലൈമാനിക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും എൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി വെക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഇത് എത്ര ദിവസം ഇരിക്കുമെന്നായിരിക്കും ചിലവരുടെയൊക്കെ സംശയം. ഒരു 2 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് വെക്കാം. ഇതുപോലെ റോളാക്കിയിട്ട് അടച്ചിട്ട ടിന്നിൽ നമുക്ക് 2 ദിവസം വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു 30-35 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2.5 കൊപ്രയും അതുപോലെ 2 കപ്പ് അരിയും വെച്ചിട്ട് ഞാനൊരു 35 ബോൾസെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബോൾസ് തന്നെ ആക്കണം എന്നില്ല കേട്ടോ. ഇത് നമുക്ക് ഒരു ബോൾസ് ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു ടിന്നിലിട്ട് വെക്കാവുന്നതുള്ളൂ. ആവശ്യത്തിനായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.